അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വിരൽ ചൂണ്ടേണ്ടത് എവിടേക്കാണ് എന്ന് യാതൊരു ആശയക്കുഴപ്പമില്ല. കാരണം കേരള സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായിട്ട് ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ 1, 2, 3 ആയിട്ട് തരാം. നട്ടലുണ്ടെങ്കിൽ CPM-ന്റെ പ്രതിനിധി കാര്യകാരണ സഹിതം അത് എതിർക്കാൻ പറയണം. ഒന്നാമത്തെ തെളിവ് ഞാൻ തരാം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ജില്ലാ കലക്ടർ ഒരു ഉത്തരവിട്ടു. ഈ പറഞ്ഞ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ പിരിക്കാൻ പാടില്ല എന്ന് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ഇവിടുത്തെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് നോട്ടീസ് കൊടുത്തു. റദ്ദ് ചെയ്തു ടോൾ പിരിവ്. എന്നിട്ട് എന്താ ചെയ്തത്? സംസ്ഥാന സർക്കാർ ഇടപെട്ട് അതൊന്നും കലക്ടറുടെ അധികാര പരിധിയിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് കലക്ടറെ കൊണ്ട് ആ ഉത്തരവ് ഫ്രീസ് ചെയ്യിപ്പിച്ചു. എന്തിനു വേണ്ടി? ഇവിടെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിൽ ആർബിട്രേഷൻ കേസ് നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംസ്ഥാന ഗവൺമെന്റ് അതിൽ നിന്ന് പിൻവാങ്ങുന്നു. എന്തിനു വേണ്ടി പിൻവാങ്ങുന്നു? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ CPM-ന്റെ സ്നേഹിതം പറഞ്ഞല്ലോ, ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഞങ്ങൾക്കെതിരെ പല കേസും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നടത്തുന്നുണ്ട്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ശത്രുതക്ക് തെളിവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹിത, ഇതേ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഇതേ NHAയും തമ്മിൽ ഒരുപാട് ആർബിട്രേഷൻ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പിഴ ചുമത്തുന്നു, ഇങ്ങോട്ട് കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നു. അത് മുന്നിൽ വെച്ച് അവർ തമ്മിൽ ശണ്ടയാണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ NHA പോയിട്ട് സുപ്രീം കോടതിയിൽ അവരുടെ ചെലവിൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് വേണ്ടി വാദിക്കാൻ പാടുണ്ടോ കഴിഞ്ഞ മണിക്കൂറുകളിൽ? അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുകളിച്ച് ചക്കളത്തി പോരാട്ടം നടത്തുക, എന്നിട്ട് ഞങ്ങളൊക്കെ കോടതി കേസ് നടത്തുന്നുണ്ട്, അതാണ് ഞങ്ങളുടെ ശത്രുതക്കുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വശത്ത് പറയുന്നു, ഈ ദേശീയപാത അതോറിറ്റി പറയുന്നു, ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും പറയുന്നു ഞങ്ങളൊക്കെ പരസ്പരം ശത്രുക്കളാണ്, കേസ് നടത്തുന്നു എന്ന തെളിവ് ചൂണ്ടിക്കാണിച്ചാണ് നിങ്ങൾ ഈ ശത്രുത അവകാശപ്പെടുന്നതെങ്കിൽ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലുള്ള ജനങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം മാധു. ഇവിടെ ഇപ്പോൾ 4 ആഴ്ചയായിട്ട് ടോള് പിരിക്കണ്ട എന്ന ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ. ആ ഉത്തരവിന് ശേഷം ഒരു തരത്തിലുള്ള നിയമവും പാലിക്കാതെ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിയിട്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒറ്റ CCTV-യോ ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോ ഉപകരണങ്ങളോ പ്രവർത്തിക്കുന്നില്ല. എന്തിന്? ഒരു സൈൻ ബോർഡ് പോലും അവർ എടുത്തു മാറ്റിയിട്ട് അങ്ങേയറ്റത്തെ ധിക്കാരവും അഹന്തയും ആരുണ്ടടാ ചോദിക്കാൻ എന്ന മട്ടിൽ നമ്മളോട് മീശ പിരിച്ചുകൊണ്ട് പെരുമാറുകയാണ്. എന്താ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് അതിലൊക്കെ ഇടപെടാനുള്ള എന്തെങ്കിലും ചെറിയ അധികാരം പോലും ഇല്ലേ? ഇതൊക്കെ കേന്ദ്രം മാത്രമാണ് എന്ന് പറയുന്നതിനോട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റണം. സംസ്ഥാന സർക്കാർ ധീരതയോടുകൂടി ദേശീയപാത അതോറിറ്റിക്കെതിരെ ഒരു നിലപാടെടുത്ത് മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം ഈ സർക്കാരിന്റെ കൂടെ നിൽക്കും. അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം